പ്രിയ പ്രേക്ഷകർക്ക് മീഡിയ ട്രാക്കിലേക്ക് സ്വാഗതം. മീഡിയ ട്രാക്കിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം റുമറ്റോളജിയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടർ ജ്യോതിയാണ്. മാം വെൽക്കം. ഡോക്ടർ, റുമറ്റോളജി അതായത് വാതസംബന്ധമായ അസുഖങ്ങൾ നമ്മൾ സാധാരണ മുതിർന്ന ആളുകളിൽ ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് റുമറ്റോളജി. നമുക്ക് പീഡിയാട്രിക് ലെവലിൽ അല്ലെങ്കിൽ പീഡിയാട്രിക് റുമറ്റോളജിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഈ വിഷയം ഇന്ന് മീഡിയ ട്രാക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാഡത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പ്രത്യേകിച്ച് പീഡിയാട്രിക് റുമറ്റോളജിയുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലാണ് ആ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പീഡിയാട്രിക് റുമറ്റോളജി എന്ന് പറയുന്ന തന്നെ ആൾക്കാർക്ക് ഈ ബ്രാഞ്ചിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഈ മുതിർന്നവരിൽ മാത്രം വരുന്ന അസുഖമാണ് ഈ വാദം എന്നുള്ളത് തെറ്റാണ്. കുട്ടികളിലും ഇത് വരും. അപ്പോൾ ഈ പീഡിയാട്രിക് റുമറ്റോളജിയിൽ ഞാൻ കാണുന്ന പേഷ്യൻസ് ആക്ച്വലി എല്ലാതരം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, വാദം മാത്രമല്ല, ആർത്രൈറ്റിസ് മാത്രമല്ല, അതുകൂടാതെ ചിലപ്പം സ്കിന്നിലുള്ള അസുഖമായിരിക്കാം, മോർഫിയ, സ്ക്ലിയറോഡെർമ പറഞ്ഞുള്ള രോഗങ്ങൾ, അതുകൂടാതെ മസിൽസിലുള്ള വീക്കം, അതിന് ജുവനൈൽ ഡെർമറ്റോമയോസൈറ്റിസ് എന്നാണ് അതിൻ്റെ പേര്, അങ്ങനത്തെ രോഗങ്ങൾ. പിന്നെ SLE, ലൂപ്പസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. SLE പറഞ്ഞ രോഗം, അത് ഈ രോഗം എല്ലാ ബോഡി പാർട്സിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവയൊക്കെയാണ് പീഡിയാട്രിക് റുമറ്റോളജിയിൽ നമ്മൾ കാണുന്നത്. JIA, ജുവനൈൽ ഇഡിയോപ്പത്തിക് ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ് JIA. അപ്പോൾ അതാണ് കുട്ടികളിൽ വരുന്ന വാദം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, അത് തന്നെയാണ്. ഓക്കെ, മെഡിക്കൽ നമ്മൾ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ ടേം നമുക്ക് കൂടുതൽ അപ്ഡേറ്റഡ് ആകുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കിപ്പോൾ ഒക്കെ ചിലപ്പോൾ ഓർഗൻ ബേസ്ഡ് ആയിട്ട് പോലും ഇന്ന് ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു റുമറ്റോളജി ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറെ നമുക്ക് പ്രത്യേകിച്ച് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റൊന്നും കാണാറില്ല. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അതായത് ഇതിങ്ങനെ ഇവോൾവ് ചെയ്യാൻ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കേസസ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും? അതല്ല നമ്മളിപ്പം ഒരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ മെഡിക്കൽ ടേം അല്ലെങ്കിൽ അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും? രണ്ടുമാണ്. ഈ രോഗങ്ങളൊക്കെ മുമ്പ് തന്നെ ഉണ്ട്, ഇല്ല ഇപ്പം വന്നതൊന്നും അല്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ സയൻസ് ഇപ്പം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കതിൻ്റെ ടെസ്റ്റും മെഡിസിൻസും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 20 years മുന്നേ എല്ലാം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് മെഡിസിൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം അഡ്വാൻസസ് കൊണ്ടാണ് ഈ ബ്രാഞ്ചും ഇപ്പം കുറച്ചൊന്ന് വലുതായി വരുന്നത്. ഡെഫിനറ്റ്ലി ഒരു പുതിയ ബ്രാഞ്ചാണ്. നോക്കിയാൽ റിലേറ്റീവ്ലി കുറച്ചൊരു പുതിയ ബ്രാഞ്ചാണ്, പക്ഷേ ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. പിന്നെ അഡൾട്ടിനെ പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റ് പീഡിയാട്രിക്സിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ട്രീറ്റ്മെന്റിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് സാധാരണ എന്ന് വെച്ചാൽ ഏത് രോഗത്തിനും വരുന്ന ചില ഏർലി സയൻസ് ഉണ്ടാവുമല്ലോ, നേരത്തെ കണ്ടെത്തുന്ന ചില ലക്ഷണങ്ങൾ. ഇപ്പൊ പീഡിയാട്രിക് റുമറ്റോളജിയിൽ കണ്ടെത്തുന്ന ഏർലി സയൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ആക്ച്വലി അത് ഓരോ അസുഖം സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ JIA എന്ന് പറയുമ്പം ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ആർത്രൈറ്റിസിനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. വളരെ ചെറിയ കുട്ടികളും വരാം, കുറച്ച് വലിയ ഗ്രൂപ്പിലും വരാം, എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാം. പക്ഷെ അതിനായിട്ടുള്ള ഓരോ ടൈപ്പ് വാദമുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് ജോയിൻസിൽ വീക്കം, നീരായിട്ട് തന്നെ കാണാൻ തുടങ്ങും. കുട്ടികൾക്ക് വേദന അങ്ങനെ ഉണ്ടാവില്ല, അവർക്ക് ജസ്റ്റ് ഒരു ഡിസ്കംഫേർട്ട്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർ കുറച്ചൊന്ന് ഭയങ്കര ആക്റ്റീവ് അല്ല എന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആക്റ്റീവ് ആവും. എന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 hours രാവിലെ എണീച്ചതിന് ശേഷമുള്ള 1-2 മണിക്കൂർ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബെറ്റർ ആവും. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി അവർ നോർമൽ കുട്ടികളെ പോലെ എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ പേരൻസ് പറയും രാവിലെ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവും, കളിക്കും, എല്ലാം ചെയ്യും. ഇപ്പം ചില കുട്ടികൾക്ക് ലിംപിങ് ഉണ്ടാവും, നടക്കുന്ന രീതിയിൽ വ്യത്യാസം, എന്നാലും അവർ കളിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ആ ലിംപ് എപ്പോഴും നോക്കിയാലും ഉണ്ടാവും. അതുകൂടാതെ ചില കുട്ടികൾക്ക് പനി ഉണ്ടാവും, മാറാത്ത പനി. എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് കുറേ കൊടുത്തു, കുറേ ട്രീറ്റ്മെൻറ്റ്, കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, എന്നിട്ടും മാറുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2-3 weeks ഉള്ള പനി, അതും ഈ വാദസംബന്ധമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ വാദം എന്ന് പറയുമ്പം ആർത്രൈറ്റിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ കുറേ ആവാം. JIA മാത്രമല്ല, അതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും വാദം വരാം, അല്ലാണ്ട് ഇൻഫെക്ഷൻസിലും വരാം. പക്ഷെ അതിൻ്റെതായ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇൻവെസ്റ്റിഗേഷൻസിലും അതിൻ്റെതായ
രീതിയിൽ പോകണം. അപ്പോൾ പേരൻസിനോട് പറയേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും സാധാരണ അതിൽ JIA ഒരു 6 weeks എന്ന് വെച്ചാൽ 2-3 ഡേയ്സിലൊന്നും നമ്മൾ വാദമെന്ന് പറയില്ല. JIA എന്നുള്ള വാക്ക് 2-3 ഡേയ്സിലുള്ള സ്വെല്ലിങ് വന്നു എന്നൊന്നും പറയില്ല. സാധാരണഗതിയിൽ അതൊരു 6 weeks കഴിഞ്ഞിട്ടാണ് നമ്മളത് JIA എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ കണ്ണിൽ വീക്കം വരാം, ഈ കാലിൽ നീര് വരുന്ന പോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലും വീക്കം വരാം. പക്ഷെ കണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സിംറ്റംസ് ഉണ്ടാവില്ല. ചിലപ്പം ഇങ്ങനെയായിരിക്കും, ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും വാദം വന്നിട്ടുണ്ടാവും, അത് പോയിട്ടുണ്ടാവും, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ വീഴുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി അത് കണ്ണിൽ കാറ്ററാക്ട് ഒക്കെ ആയിട്ട് കുട്ടിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് വീഴുന്നതാണ്. അത് പക്ഷേ യുവിഐറ്റിസ്, കണ്ണിലുണ്ടാകുന്ന നീരിനെയാണ് യുവിഐറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാദസംബന്ധമായിട്ട് വരുന്ന തന്നെയാണ് ഈ കണ്ണിലുള്ള നീരും. സാധാരണഗതിയിൽ നമ്മളത് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ വാദം ചെറിയ വയസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യും ഒരു 3 months കൂടുമ്പോൾ. അത് പലപ്പോഴും ചെയ്യുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പം നമുക്ക് ഈ സിംറ്റംസ് ഇനി സൈലന്റ് സിംറ്റംസ് അങ്ങനെ ഉണ്ടാവും. സൈലന്റ് സിംറ്റംസ് ആണ് ഈ കണ്ണിലെ സിംറ്റംസ്. നമുക്ക് പേരൻസിനായാലും ഈവൻ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനായാലും പോലും നമുക്കിത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ നമുക്കിത് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അത് അത്തരത്തിലാണെങ്കിൽ ഇപ്പം സാധാരണ ഇപ്പം പ്രേക്ഷകർക്ക് അവരുടെ അറിവിലേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പാരൻസിന്റെ അറിവിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സാധാരണ ക്യാമ്പ് ഉണ്ടാവുന്നുണ്ട്. നമുക്കൊരു ഈ പറയുന്ന രീതിയിൽ ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ റാൻഡം സെലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ചില സമയം ഇങ്ങനെയുള്ള കേസസ് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ ഒരു ക്യാമ്പിലും കുട്ടികൾ റൊമാറ്റിക്, അത് പീഡിയാട്രിക് റൊമാറ്റിക് സൈഡ് നമ്മൾ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. അവിടെ പിന്നെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെന്റൽ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിലൊക്കെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇതിനാണ് കൂടുതലും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്ക് അവിടെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് നമുക്ക് ഏർലി ഡിറ്റക്ഷനിൽ കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സോണിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി കുട്ടിക്ക് പണ്ട് എപ്പോഴോ വാദം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെന്ന് വെച്ചാൽ വാദം വന്ന് പോയി, ഫോർ എക്സാമ്പിൾ അത് പോയി, പിന്നെ ആ ഫോളോ അപ്പ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് പേരൻസ് ചെയ്യാറില്ല ചിലപ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഡോക്ടറിനെ കാണുന്നത്? ഇപ്പോൾ യൂഷ്വലി വളരെ ചെറിയ കുട്ടി എന്ന് വെച്ചാൽ 7 വയസ്സിന് താഴെ നമ്മൾ ANA പോസിറ്റീവ് ഒളിഗോ GI എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ എല്ലാ 3 മാസവും കണ്ണ് ചെക്ക് ചെയ്യും. ഒരു കുഴപ്പവും ഇല്ലെങ്കിലും കണ്ണ് ചെക്ക് ചെയ്യും. എവറി 3 months ചെക്ക് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു 7 years ആവുന്നവരെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേരൻസിനോട് നമ്മളത് ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ യുവിഐറ്റിസിൻ്റെ പ്രശ്നം, ഈ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഡാമേജ്. സാധാരണഗതിയിൽ വാദം വന്നു, വീക്കം വന്നു, കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു, പോയില്ല, പിന്നെ ആ ഒരു ഡിലേ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു 1 year 2 years ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഡിലേ എനിക്കൊന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ആ ഡിലേ വരാനുള്ളൊരു കാരണം നമുക്ക് ഇപ്പം എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അത് സ്വെല്ലിങ് അത് റൊമാറ്റിക് സൈഡാണ് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് അതായത് ആ ഒരു തലത്തിലേക്ക് ആക്സെപ്റ്റൻസ് ഒന്നും വരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും പറയും ഇല്ല കുട്ടികൾക്ക് വാദം വരില്ല, അതുകൊണ്ടുള്ളൊരു ഡിലേ ആണ് വരുന്നത്. പക്ഷേ ഇപ്പൊ നമ്മുടെ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയയും അവയർനെസ് ഉള്ള ഈ ഘട്ടത്തിൽ ആക്ച്വലി ഇപ്പം കുറവാണ്, കുറച്ച് കൂടുതലാണ്. ഡോക്ടർ നമ്മളിപ്പം ഇനിയിപ്പോ അതിന്റെ സിംറ്റംസ് പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ പീഡിയാട്രിക് റൊമാറ്റിക് സൈഡിലെ ആ സിംറ്റംസ് പറഞ്ഞു. നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലായിരിക്കും? ഡയഗ്നോസിസും പറഞ്ഞ പോലെ എല്ലാ രോഗത്തിനും ഒരേ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കില്ല. എല്ലാത്തിനും ഒരു അതിൻ്റെതായ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ചിലതിന് വളരെ സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ കണ്ടുപിടിക്കാം, ചിലതിന് പക്ഷേ അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റ് ചിലപ്പം വേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് കുട്ടിക്ക് എന്താ ഉള്ളത് അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ടെസ്റ്റിങ് നടത്താറുള്ളൂ. ചിലപ്പം ഒന്നുമില്ലാണ്ട് വെറുതെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിൽ പോസിറ്റീവ് വരും. ചില വെറുതെ ഒരു കാലുവേദന വന്നിട്ട് വെറുതെ ഒരു ടെസ്റ്റ് മീൻസ് റുമാറ്റിക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടിക്ക് എന്താ ഉള്ളത് അതനുസരിച്ചിട്ട് തന്നെ അതിൻ്റെതായ ടെസ്റ്റ് ചെയ്യണം. ഇപ്പം കണ്ണിനാണെങ്കിൽ നമ്മൾ കണ്ണിന് യുവിഐറ്റിസ് വരാം, അല്ലെങ്കിൽ റെറ്റിനയിൽ ചിലപ്പം വീക്കം വരാം. അതിനെല്ലാം ഓരോ തരം ടെസ്റ്റാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടെസ്റ്റ് ഒന്നുമില്ല.
ഈ ബേസിക്കലി ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്, ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ഒരു കോമൺ സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ടെസ്റ്റുകൾ, അറിയുന്ന ടെസ്റ്റുകൾ. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പീഡിയാട്രിക് റൊമാറ്റിക്, അതായത് ഈ റൊമറ്റോളജി അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത്? സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഉള്ള ടെസ്റ്റ് ഉണ്ട്, ENA പ്രൊഫൈൽ, റുമറ്റോയിഡ് ഫാക്ടർ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ചെയ്യണമെന്നില്ല, എല്ലാം പേഷ്യന്റ് ബേസ്ഡ് ആണ്. അത് വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്യില്ല, അത് കുട്ടി നോക്കിയിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഈ ഡിസീസ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അവരുടെ കുട്ടി കാരണം ആ സമയം എന്ന് പറയുന്നത് അത് ഗ്രോത്തിൻ്റെയും മെൻ്റലി ഫിസിക്കലി ഡെവലപ്മെൻ്റ് ഒക്കെയുള്ള ഒരു പീരീഡാണത്. അത് ആക്ച്വലി ആ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും കുട്ടികളുടെ ഒരു ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കൃത്യ ടൈമിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർ ബാക്കി എല്ലാ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 1-2 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ജോയിൻസ് എല്ലാം സ്റ്റിഫായി കുറച്ച് ഡിഫോമിറ്റി ഒക്കെ വരാൻ തുടങ്ങും. പക്ഷേ വിത്തിൻ 2-3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സിന് താഴെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആക്ച്വലി കുട്ടികൾ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത പോലെ ആയിരിക്കണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ, ഇതൊരു സിവിയർ സ്റ്റേജിലേക്ക് എത്താനുള്ള അതായത് നമ്മൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു ഇപ്പം ഡോക്ടർ ഇപ്പം പറഞ്ഞത് നമ്മൾ ഈ ടോക്കിൻ്റെ ഇടയിൽ ജോയിൻസ് സ്റ്റിഫായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിവിയർ സ്റ്റേജിലേക്ക് നമ്മൾ കെയർലെസ് ആവുകയാണെങ്കിൽ സാധ്യതയില്ല, അതിലേക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു, കുറെ പേര് അങ്ങനെ ഇല്ലാണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻസ് ഒന്നും എഫക്റ്റ് ആവാതെ കൂടുതൽ കൂടിയ മെഡിസിൻസും വേറെ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പം ആർത്രൈറ്റിസ് അല്ല, വേറെ അസുഖങ്ങളുണ്ട്. SLE ഞാൻ പറഞ്ഞില്ല, ലൂപ്പസ് പോലത്തെ അസുഖങ്ങൾ, കിഡ്നി, ലിവർ, ഈ ഈ അവയവങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതനുസരിച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അപ്പോൾ ചിലപ്പോൾ അത് ലൈഫ് ത്രെറ്റനിങ് ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒന്നും ഉണ്ടാവാനും സാധ്യതയില്ല. പക്ഷെ ആ രണ്ട് സ്പെക്ട്രമാണ്. അപ്പോൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പാണ് മെയിൻ. റുമറ്റോളജിയിലെ എല്ലാ രോഗത്തിനും ട്രീറ്റ്മെന്റും ഫോളോ അപ്പും വളരെ ഇമ്പോർട്ടൻറ്റ്. ഫോളോ അപ്പ് ആണ് മെയിൻ. ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഡയഗ്നോസിസ് തന്നെ ആവണമെന്നില്ല. എപ്പം നോക്കിയാലും ചിലപ്പം ആദ്യം പനിയായിട്ടായിരിക്കും വരിക, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും, ചിലവർക്ക് ചിലപ്പം വായ്പുണ്ണ് മാത്രമായിരിക്കും വരിക, പിന്നീട് ചിലപ്പം ഹെയർ ഫോള്, പിന്നെ ഓരോ സിംറ്റംസ് എല്ലാം ഒരേ ടൈമിൽ വരണമെന്നില്ല, മെല്ലെ 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 ആയിരിക്കും. എന്ന് പറയുന്നത് കുട്ടികളിൽ ഏത് ഏജ്, അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ? അതും എല്ലാ രോഗം അനുസരിച്ചിട്ടാണ്. വളരെ ഒരു വൈഡ് ക്വസ്റ്റ്യൻ ആണ്. ആർത്രൈറ്റിസിനെ മാത്രം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജോയിന്റ് റിലേറ്റഡ് സിംറ്റംസ് മാത്രം. പക്ഷെ അതുകൂടാതെ ബാക്കി ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഏത് ഏജിലും വരാം, ഏത് ഓർഗനും എഫക്റ്റ് ചെയ്യാം. ചിലപ്പം പനി മാത്രമായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ 2 ആഴ്ചക്ക് കൂടുതൽ പനി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പം അന്നേരം ഡെഫിനറ്റ്ലി ഒരു കൂടുതൽ ഡയഗ്നോസിസിന് വിധേയമാകുക, അല്ലെങ്കിൽ ഡോക്ടറെ കൃത്യമായ അഡ്വൈസ് എടുക്കുക. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് വരുന്നതിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ കുറേ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വാദം മാത്രം പറയുകയാണെങ്കിൽ, ആർത്രൈറ്റിസ് മാത്രം പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ മുന്നേ തുടങ്ങിയ കുറേ മെഡിസിൻസ് ഉണ്ട്, അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം കുറേ മരുന്നുകൾ വന്നിട്ടുണ്ട്. പണ്ടൊരു എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ വാദസംബന്ധമായിരുന്നു മെഡിസിൻസ് സ്റ്റീറോയിഡ്സ് മാത്രമാണെന്നാണ്. അങ്ങനെയല്ല, സ്റ്റീറോയിഡ്സ് അതിൻ്റെ വളരെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. മെയിൻ ആയിട്ടുള്ള മെഡിസിൻസിന് നമ്മൾ പറയുന്നത് DMARDs, ഡിസീസ് മോഡിഫൈങ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ആ മെഡിസിൻസ് ആണ് ഈ മീത്തോട്രെക്സേറ്റ്. അതുകൂടാതെ കുറേയും കൂടി മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ കുറേ പുതിയ മെഡിസിൻസ് ഉണ്ട്, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, ബയോളോജിക്സ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നല്ല എഫക്റ്റ് ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം ഒരു കുട്ടി മീത്തോട്രെക്സേറ്റിൽ മാത്രം ഓക്കെ ആവും, ചില കുട്ടി ചിലപ്പം വേറെ എന്തെങ്കിലും മെഡിസിൻസിൽ ഓക്കെ ആവും. പക്ഷെ അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അത് ഒരേപോലെ പറയാൻ പറ്റില്ല. ഡോക്ടർ, നമ്മൾ സാധാരണ ഈ വാദം മുതിർന്ന ആളുകൾക്ക് പിന്നെ വാദം, റുമാറ്റിസം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് അവർ വിധേയമാകാറുണ്ട്. അത് അവർ ചിലപ്പോൾ ഓപ്ഷണലായിട്ടും എടുക്കാറുണ്ട് ചിലപ്പോൾ. ഇപ്പോൾ കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് ക്യൂറബിൾ? അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആദ്യം കൊടുക്കാം. ക്യൂറബിൾ എന്നുള്ള വാക്കെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾക്ക് അത് പൂർണ്ണമായിട്ട് മാറും,
അതും രോഗം അനുസരിച്ചിരിക്കും. ഓക്കെ, ചില കുട്ടികളിൽ പക്ഷെ അത് വന്നിട്ട് കൺട്രോളായിട്ട് നിൽക്കും. പിന്നെ അവർക്ക് ചിലപ്പോൾ മെഡിസിൻസ് ഇല്ലാണ്ടും കൺട്രോളായിട്ട് നിൽക്കും. എല്ലാവർക്കും ലൈഫ് ലോങ് മെഡിസിൻസ് വേണമെന്നില്ല, മെയിനായിട്ട് ലൈഫ് ലോങ് ഫോളോ അപ്പ് വേണം. അതാണ് മെയിൻ. മെഡിസിൻസ് ചിലപ്പം സ്റ്റോപ്പ് ചെയ്തേക്കാം, പക്ഷെ ഫോളോ അപ്പ് വേണ്ടി വരും. അപ്പോൾ 100% ക്യൂറബിൾ കുറച്ച് രോഗങ്ങളുണ്ട്, പക്ഷെ എല്ലാം ക്യൂറബിൾ അല്ല. എല്ലാം ഒന്ന് കൺട്രോൾ ആക്കി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ കുട്ടികളിൽ പോലും നമുക്ക് ആ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ ഇതിൽ വരുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചില രോഗങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയുന്നില്ലേ, ചില ഈ രീതി ചില ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നുണ്ടെന്നും. ഇപ്പോൾ കുട്ടികളിൽ പ്രത്യേകിച്ചിട്ട് ഈ റൊമാറ്റിസം പോലെ ആർത്രൈറ്റിസ് ഈ രോഗം കണ്ടെത്തുകയാണെങ്കിൽ അത് ഡയഗ്നോസിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ, കാരണം ഡോക്ടർ ഇപ്പോൾ ഫോളോ അപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞല്ലോ, ഇതിന് ചാൻസസ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, സ്കൂളിൽ പോകരുതെന്ന് ഒരിക്കലും പറയില്ല. അവർ സ്കൂളിൽ പോകണം, എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം, സ്പെഷ്യലി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. നമ്മളെപ്പോൾ നോക്കിയാൽ എൻകറേജ് ചെയ്യും ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇവർ ഈ ജോയിൻസും മസിൽസ് എല്ലാം കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, അതൊക്കെ എന്തായാലും നമ്മൾ പറയും. പക്ഷെ അല്ലാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റിയും അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പം കൂടിയ സമയം ഉണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ നല്ലോണം നീരുണ്ട്, നല്ലോണം വീക്കുണ്ട്, ആ സമയങ്ങളിൽ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അല്ലാണ്ട് അവർക്ക് എല്ലാം ചെയ്യാം, വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമുക്ക് എല്ലാത്തിനും ചില മിത്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ഇത് പ്രത്യേകിച്ച് കുട്ടികളിലാകുമ്പോൾ അതിന്റെ ഡിഗ്രി കുറച്ചും കൂടി കൂടും. വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതിൽ ആദ്യത്തെ ഞാൻ മിത്ത് പറഞ്ഞില്ലേ, വാദം കുട്ടികളില്ല, അതാണ് ഫസ്റ്റ് മിത്ത്. സ്വമേധയാ തീരുമാനിക്കും, വിത്തൗട്ട് എനി ഡയഗ്നോസിസ്, വിത്തൗട്ട് എനി അഡ്വൈസ് ഫ്രം ഡോക്ടേഴ്സ്, അത് ഫസ്റ്റ് മിത്ത്. പിന്നെ സെക്കൻഡ് ഉള്ളത് സ്റ്റിറോയിഡ്സ് മാത്രമാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. അതും തെറ്റായ ഒരു മിത്താണ്. സ്റ്റിറോയിഡ്സ് അതിൻ്റെ വളരെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. നമുക്ക് ഇപ്പം കുറേയും കൂടി മെഡിസിൻസ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇതിന് കുട്ടികളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കണം, വാദം വന്നാലോ അനങ്ങരുത്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. ഞാൻ എപ്പം നോക്കിയാലും കുട്ടികളോട് പറയും, എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല? സ്കൂളിൽ പോകണം, കുട്ടികളായാലും സ്കൂൾ മിസ്സാവരുത്. സ്കൂൾ മിസ്സാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് സ്കൂൾ മിസ്സാവുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പകരുന്ന രോഗമല്ല ഇത്, ബേസിക്കലി ഒരു നോൺ കമ്മ്യൂണിക്കബിൾ രോഗമാണ് ഇത്. ചിലപ്പം പക്ഷേ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും എന്തായാലും നോക്കണം. പ്രത്യേകിച്ച് കുട്ടികളിലായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കൺസെപ്റ്റ് എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഒരു പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്കും പോകാൻ, ഫോർ എക്സാമ്പിൾ റൊമാറ്റിസം, നമുക്ക് വാദം എന്ന് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ചില പരമ്പരാഗതമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസിൽ നമുക്കതിൻ്റെ ഏർലി ഡിറ്റക്ഷനോ ഡയഗ്നോസിസോ ഇല്ലാതെ ചില മറ്റൊരു അസുഖമായിരിക്കും അത്. അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഉണ്ടായിട്ട് മാഡത്തിൻ്റെ OPD സാധാരണ അങ്ങനെയുള്ള കുറേ ലേറ്റ് കമ്മേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലായിരിക്കും. കാരണം നമുക്ക് പരമ്പരാഗതമായിട്ട് ഒരു കാര്യം ഒരു മനസ്സിൽ നമ്മൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്, വാദം എന്ന് പറയുന്നത് ഈ രോഗം ഇങ്ങനെയാണ്, ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതൊരു മിക്സ് ആയിട്ട് പറയുന്നില്ലെങ്കിലും ചിലപ്പോൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വരുന്നൊരു ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള കേസസ് ഉണ്ടാകാറുണ്ട്. പിന്നെ പലപ്പോഴും ആൾക്കാർക്ക് അറിയാം, പക്ഷെ അതവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കുറച്ചൊന്ന് അവരോട് സംസാരിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 20 വർഷം മുന്നേ ഉള്ള ട്രീറ്റ്മെന്റ് അല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ അതിലേക്ക് റീസെന്റ് അഡ്വാൻസ്മെന്റ് ഇൻ റൊമാറ്റിക് ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ചിട്ട് പീഡിയാട്രിക് റൊമാറ്റിക് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഈ ബയോളജിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 20 ഇയേഴ്സിലൊക്കെ വന്നിട്ടുള്ള മെഡിസിൻസ് ആണ്. അപ്പം അതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഇപ്പം നമുക്കുണ്ട്. അപ്പോൾ 20 ഇയേഴ്സ് മുന്നേ റുമറ്റോളജി OPD പുറത്ത് എല്ലാവരും വീൽ ചെയറിലായിരുന്നു, ഇപ്പം ആരും വീൽ ചെയറിൽ വരുന്നില്ല. അപ്പം അതന്നെ ആ ഡിഫറൻസ്. കറക്റ്റ്, നമ്മുടെ മെഡിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം തന്നെ കാണുന്നത്. അപ്പം ആ ഒരു ചില പഴയ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, മീൻസ് വീൽ ചെയർ എന്നുള്ളൊരു ഇത്, ആ കുട്ടിക്കും അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ നീര് വീക്ക് ഉണ്ടെങ്കിൽ തന്നെ കുറെ പേര് ഇഗ്നോർ ചെയ്യും. എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല, രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം. പിന്നെ കുട്ടി ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കുട്ടി ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിലേ ഒക്കെ
അറിയാം എന്നാലും ഇല്ല ഉണ്ടാവില്ല എന്നൊരു ബിലീഫ് ഉണ്ടല്ലോ, അതായിരിക്കാം ഒരു കാരണം. കണ്ണൂർ ആസ്റ്റർ മിംസിൽ പ്രത്യേകിച്ചിട്ട് പീഡിയാട്രിക് റുമറ്റോളജിയിൽ ഇമ്മ്യൂണോളജി അതോടൊപ്പം മാഡത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനുള്ള എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റും ഇപ്പോൾ ലഭ്യമാണ്. കറക്റ്റ്, ലഭ്യമാണ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം എല്ലാം ഉണ്ട്. കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൻ്റെ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പീഡിയാട്രിക് റുമറ്റോളജി, അതായത് കുട്ടികളിൽ കാണുന്ന വാതസംബന്ധമായ അസുഖത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടർ ജ്യോതിമ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത്. വളരെ ഏർലി ഡിറ്റക്ഷനിൽ, ഏർലി ഡയഗ്നോസിലൂടെ നമുക്ക് ആ രോഗത്തെ കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് അവരുടെ ഗ്രോത്ത് സ്റ്റേജിലായാലും അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും അത് സഹായിക്കുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.